ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ്. സിമ്പിളായിട്ടുള്ള മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 250 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ചിക്കൻ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 10-15 മിനിറ്റൊക്കെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വരാറാവുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കും. ചിക്കൻ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ചിക്കൻ പീസ് എല്ലാം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല പൊടി ആയിട്ട് ഈ ചിക്കൻ ഒന്ന് ആയി കിട്ടും. ഒന്നുകിൽ നമുക്ക് അരച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചെടുത്താലും മതിയാവും. ഈ ഒരു പരുവത്തിൽ കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് 1-2 സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനൊക്കെ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഈ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ചിക്കൻ എടുക്കുന്നതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങും എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 250 ഗ്രാം അളവ് ചിക്കനൊക്കെ 250 ഗ്രാം അളവിൽ തന്നെ ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു സിമ്പിളായിട്ടുള്ള മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കയ്യിലൊന്ന് എടുക്കാനായിട്ടുള്ള ഒരു പരുവത്തിലുള്ള ചൂട് ആവുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനൊരു 5 ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറേശ്ശെ ആയിട്ടെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം ഏത് ഷേപ്പിലാണോ നമുക്ക് കട്ട്ലറ്റ് വേണ്ടത് ആ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഉരുളയാക്കി എടുത്തിട്ട് ഇതുപോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലൊരു സർക്കിൾ ഷേപ്പിലൊന്ന് ആയി കിട്ടും. നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡിലൊക്കെ ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ചേർത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഓരോ ചിക്കനായിട്ട് എടുത്ത് നമ്മൾ
കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് ബ്രെഡ് പൊടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ കുറച്ച് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കട്ട്ലറ്റ് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. അതുപോലെ തന്നെ കട്ട്ലറ്റ് പൊളിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.